താങ്കൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം? അത് ഈ ഒരു ചില ആളുകൾക്കൊക്കെ ഇപ്പോഴും നല്ല തെറ്റിദ്ധാരണ ഉണ്ട് ഇതിനെക്കുറിച്ച്. ഇതിൽ തെറ്റുമുണ്ട് ശരിയുണ്ട്. അതായത് എനിക്ക് പ്രസവിക്കാൻ വയ്യ, എനിക്കൊരു ഗർഭപാത്രം വാടകയ്ക്ക് വേണം, അങ്ങനെ പ്രസവിക്കുന്നവരുണ്ട്. പല സെലിബ്രിറ്റി ഉണ്ട്. അങ്ങനെ എനിക്ക് 10 മാസം ചുമക്കാൻ വയ്യ. അതുമല്ല, ലവേഴ്സിന്റെ കുട്ടിയാണ് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു ഫാമിലി ഉണ്ടാവും. ആ ഫാമിലി അറിയും. അപ്പൊ അറിയപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് വാടകയ്ക്ക് ഗർഭപാത്രം എടുത്തിട്ട് ഒരാളുടെ അണ്ടവും മറ്റേയാളുടെ ബീജവും കൂടി ചേർത്തിട്ട് വാടകയ്ക്ക് അവർക്ക് അമ്മയാവാൻ കഴിയോ ഇല്ലയോ എന്നുള്ളത് അത് വേറെ ഇത്. ഇതിനെല്ലാം നിയമം ഉണ്ടല്ലോ, ഇപ്പൊ നിയമം വന്നിട്ടുണ്ട്. ആ നിയമം അനുസരിച്ച് പ്രസവിക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിക്ക് ഇതേപോലെ വാടകയ്ക്ക് അമ്മയെ സ്വീകരിക്കുന്നതിനും അവരിൽ നിന്ന് ഗർഭം സ്വീകരിച്ച് ആ കുട്ടിയെ പ്രസവിക്കാൻ പറ്റുമെങ്കിൽ ഈ വഴി തേടാൻ പാടില്ലെന്നാണ്. പ്രസവിക്കാൻ പറ്റുമെങ്കിൽ ഒരു കാരണവശാലും വഴി തേടാൻ പാടില്ല. പ്രസവിക്കാൻ പറ്റും നിയമം അങ്ങനെയാ പറയുന്നത്. പക്ഷെ ഇതിലെല്ലാം ലൂപ്പ് ഹോൾസ് ഉണ്ട്. ശരിയായ താങ്കളുടെ അഭിനേത്രിയല്ലേ? അതെ. ഈ സിനിമയിലും സീരിയലിലും ഒക്കെ അഭിനയിക്കുന്ന ആളുകള് ഒരു 8-9 മാസം ഇതിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ വരുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ കുറുക്കു വഴി തേടുന്നത്. നേരിട്ട് എങ്ങനെയാ വല്ലവരുടെ അനുഭവം മനസ്സിൽ കണ്ടിട്ടാണോ ഈ പറഞ്ഞത്? 100% അറിയാവുന്ന ഒരു വ്യക്തിയുണ്ട് അങ്ങനെ. പക്ഷെ അത് ഒരാളെ തന്നെയാണോ ഞാൻ പറയാൻ ആയിരിക്കാം. അത് പറയാൻ പാടില്ലല്ലോ. അത് നമ്മൾ പറയാൻ പാടില്ല. അവരൊരിക്കലും പറയാത്തടത്തുള്ള സ്ഥിതിക്ക് നമുക്കറിയാൻ പാടില്ല. കാരണം അവരുടെ റിലേഷനിൽ നിന്ന് തന്നെ അറിഞ്ഞ വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ്. കാരണം വാടക അമ്മയാണെങ്കിലും അത് അവരുടെ തന്നെ അണ്ടവും ബീജവുമാണ് എടുത്തതാണ് എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അവസരങ്ങൾ പോകുമെന്നുള്ള പേടിയാവാം. അവരുടെ അവസരങ്ങൾ പോകും, അവരുടെ ശാരീരിക സൗന്ദര്യം നഷ്ടപ്പെടുമെന്നുള്ള പേടിയാവാം. അതെ, അങ്ങനെയൊക്കെ വിചാരിച്ചൊന്നും അനുകൂലിക്കുന്നില്ല. പക്ഷേ നിങ്ങളെ പോലെ താരങ്ങളെ എതിർക്കണം. ഓൾറെഡി എനിക്ക് പ്രസവിക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ ഞാൻ പ്രസവിക്കുക തന്നെ വേണം. കാരണം ആ വേദന എന്താന്ന് അറിഞ്ഞാല് ഒരമ്മയുടെ സ്നേഹം 100% ആ കുട്ടിയിലേക്ക് കിട്ടും. ഇത് വേറെ ആരും ഉണ്ടാക്കി തന്ന ഒരു കൊച്ചാണ്. ആ ഒരു സെന്റിമെന്റ്സ് ആ കുട്ടിയോട് തീർച്ചയായിട്ടും ഉണ്ടാവും. ഡോക്ടർ ജാൻസി പറഞ്ഞതിനോടൊരു വിയോജിപ്പ്. കാരണം അമ്മയുടെ വേദന അറിഞ്ഞാലേ അമ്മയാവുള്ളൂ എങ്കിൽ പിന്നെ ഈ വാടകയ്ക്ക് ആവശ്യപ്പെടുന്ന ആളുകളുണ്ടല്ലോ. എനിക്ക് എങ്ങനെ അമ്മയാകാൻ പറ്റും? എനിക്ക് സാധിക്കുന്നില്ല, വേറെ നിവൃത്തിയില്ല. എനിക്ക് കുട്ടി ഉണ്ടാവാനുള്ള ദത്ത് എന്തായാലും തന്റെ അണ്ടവും ബീജവും തന്റെയും തന്റെ ഭർത്താവിന്റെയും അണ്ടവും ബീജവും ചേർന്നിട്ട് ഒരു കുട്ടി ഉണ്ടാവുന്നതും മറ്റൊരാളിൽ നിന്ന് ദത്തെടുക്കുന്നതുമായിട്ട് വ്യത്യാസമുണ്ട്. ആ ദത്തെടുക്കുന്ന കുട്ടി നാളെ അവകാശികൾ ഇങ്ങ് വരാം, ഇതൊരിക്കലും വരില്ല. ഗർഭപാത്രം മാത്രമേ എടുക്കുന്നുള്ളൂ. അല്ല, ദത്തെടുക്കുന്നുണ്ടല്ലോ. പണ്ട് ദത്തെടുപ്പല്ലേ, ഒരു കുട്ടി ഉണ്ടായില്ലെങ്കിൽ മനസ്സും ശരീരവും ഒന്നിച്ച് അനുഭവിച്ചറിയുമ്പോൾ മാത്രമേ ആ കുട്ടി നല്ല രീതിയിൽ ജനിക്കുന്നുള്ളൂ.